ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ജമാഅത്തെ ഇസ്ലാമി വാരികയായ പ്രബോധനത്തിലെ ബംഗ്ലാദേശ് അനുകൂല പ്രസിദ്ധീകരണങ്ങൾക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം. ഭാരതവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ബംഗ്ലാദേശ് നേതാക്കളുടെ അഭിമുഖങ്ങളാണ് നിരന്തരമായി പ്രബോധനം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി അധ്യക്ഷൻ ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ അൽ ജസീറയ്ക്കും തുർക്കിഷ് ഇസ്ലാമിക മീഡിയ നെറ്റ്വർക്കായ TRT വേൾഡിനും നൽകിയ അഭിമുഖങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. 2025 ജനുവരി 30-നും 2024 സെപ്റ്റംബർ 6-നുമാണ് പ്രബോധനം വാരികയിൽ അഭിമുഖങ്ങൾ നൽകിയത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നയങ്ങൾ, അവരുടെ രാഷ്ട്രീയം, ബംഗ്ലാദേശിനോടുള്ള നിലപാട്, അതൊക്കെ ഒരിക്കൽ കൂടി വാരികയിലൂടെ അവർ പുറത്തു പറയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഈ ജമാഅത്തെ ഇസ്ലാമി, ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ തീർത്തും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നവരാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളടക്കം പൂർണ്ണമായും യും രാജ്യത്തിൻ്റെ തന്നെ ഇന്ത്യയെ തന്നെ വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ നിലപാട് പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് മതരാഷ്ട്രവാദമെല്ലാം അവരുടെ പ്രത്യേക അജണ്ടയാണ്. അത് ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടി പല വിധത്തിലുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു നേതാക്കളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശ് നേതാക്കൾ. അവരുടെ അഭിമുഖങ്ങൾ നിരന്തരം പ്രബോധനം വാരികൾ പ്രത്യക്ഷപ്പെടുന്നു. ഒരുപക്ഷെ അവർ അന്താരാഷ്ട്ര മാധ്യമങ്ങളായിട്ടുള്ള അൽ ജസീറ, തുർക്കിഷ് മാധ്യമങ്ങളായിട്ടുള്ള അൽ ജസീറ, തുർക്കിഷ് മാധ്യമമായിട്ടുള്ള TRT എന്ന് പറയുന്ന TRT വേൾഡ്, അതുപോലെ തന്നെ അൽ ജസീറ, ഇവയ്ക്കെല്ലാം നൽകിയ അഭിമുഖങ്ങളാണ് തുടർച്ചയായി പ്രബോധനം മാസികയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രബോധനം മാസിക 1949-ൽ നിലവിൽ വന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച മാസികയാണ്. അതിൻ്റെ അതിൽ വരുന്ന പ്രസിദ്ധീകരണങ്ങളിലെ ഇരട്ടത്താപ്പും അതുപോലെ തന്നെ ഒളിച്ചുകടത്തലും ആദ്യമായി തെളിഞ്ഞത് 1999-ലെ അവരുടെ 50-ാം വാർഷികത്തിൻ്റെ പതിപ്പിലായിരുന്നു. അതിൽ തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു, ഹിസ്ബുൾ മുജാഹിദീൻ, കശ്മീരിലെ ഹിസ്ബുൾ മുജാഹിദീനും സ്വതന്ത്ര കശ്മീർ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പല സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ പിന്തുണയുള്ള സംഘടനകളാണ്. അവരുടെ വാദങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി വാദങ്ങൾ കൂടിയാണ് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ ആ ലേഖനങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്തിടെ ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങളെ വെള്ളപൂശാനും അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്ന ഭാരത സർക്കാരിൻ്റെ നിലപാടിനെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളാണ് പ്രബോധനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായി 2024 ഓഗസ്റ്റ് മാസത്തിൽ തൂക്കിലേറ്റിയ ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമിയുടെ മുൻ അധ്യക്ഷനായിട്ടുള്ള മുത്തിയൂർ റഹ്മാൻ നിസാമിയുടെ മകൻ നജീബുർ റഹ്മാൻ നിസാമി അൽ ജസീറ നടത്തിയ ഒരു അഭിമുഖം പ്രബോധനം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ പറയുന്നത് തീർച്ചയായും ഭാരത സർക്കാർ സംരക്ഷിച്ചിട്ടുള്ള അന്താരാഷ്ട്ര വേദിയിലടക്കം ഇത്തരത്തിൽ ഷെയ്ഖ് ഹസീനയെ സർക്കാർ സംരക്ഷിക്കുന്ന നിലപാട് ഔദ്യോഗികമായിട്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാടിന് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ, അത് അവരുടേതെന്നുള്ള പ്രസ്താവനയിൽ മറ്റു മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള അഭിമുഖങ്ങൾ മൊഴിമാറ്റം നടത്തി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ് പ്രബോധനം ചെയ്തത്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ്റെ അൽ ജസീറയ്ക്കും അതുപോലെ തന്നെ TRT വേൾഡിനും നൽകിയ അഭിമുഖങ്ങളാണ് 2025 ജനുവരി 30-നും 2024 സെപ്റ്റംബർ 6-നും പ്രസിദ്ധീകരിച്ചത്. ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് മതരാഷ്ട്രവാദവും അതുപോലെ തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളും. ഇവരുടെ വാക്കുകളിലൂടെ ഇവരുടെ മറ്റ് അഭിമുഖങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുക വഴി അത്തരത്തിലുള്ള വാദങ്ങളെ ഇന്ത്യയിലേക്ക് ഒളിച്ചു കടത്തുന്നു. അത്തരത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര നേതാക്കളുടെ അഭിമുഖം പ്രസിദ്ധീകരിക്കുന്നു എന്ന ലേബലോടെ അത്തരത്തിലുള്ള ചില ദേശവിരുദ്ധ നീക്കങ്ങൾക്ക് ഇവിടെ കൂടുതൽ സഹായം നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനെതിരെ ഉയർന്നിട്ടുള്ള വിമർശനം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമായത്. ഏറ്റവും ഒടുവിൽ വന്നത് 2026 ജനുവരി 30-ന് പുറത്തു വന്ന ലേഖനമാണ്. ആ ലേഖനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ലേഖനങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇഴകീറി പരിശോധിക്കുന്നത്. നേരത്തെ 2 തവണ നിരോധിക്കപ്പെട്ട മാസികയാണ് പ്രബോധനം. ആദ്യം അടിയന്തരാവസ്ഥ കാലത്തും പിന്നീട് ബാബറി മസ്ജിദ് തകർത്തുമായി ബന്ധപ്പെട്ടുള്ള ആ കാലഘട്ടത്തിലുമാണ് അത്തരത്തിൽ വിദ്വേഷകരമായിട്ടുള്ള ലേഖനങ്ങളുടെ പേരിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ നിരോധിക്കപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പിടി വീണിരിക്കുകയാണ്.
ഭാരതവിരുദ്ധ ലേഖനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രബോധനം കുറച്ചു നാളുകളായി ഇറങ്ങുന്നത്. മിഥുന അയ്യപ്പനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.